വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒക്ടോബർ 2 വിജയദശമി ദിവസമാണല്ലേ. അപ്പോൾ കുട്ടിക്കുരുന്നുകളുടെ വിദ്യയുടെയും അറിവിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്ന സമയമാണല്ലേ. അതുകൊണ്ടിട്ട് തന്നെ കുട്ടിക്കുരുന്നുകളുടെ പഠനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് വേണം നമുക്ക് പറയാം. അതുകൊണ്ടിട്ട് തന്നെ എല്ലാ കുട്ടിക്കുരുന്നുകൾക്കും വിജയദശമി ആശംസകൾ നേരുന്നു. കഴിഞ്ഞ വർഷമാണ് ദക്ഷിണേനെ എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോസുമാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ അമ്മയും ദക്ഷിണയുടെ അച്ഛനും എൻ്റെ ഒരു അനിയനും കൂടിയിട്ടാണ് അന്ന് വിദ്യാരംഭത്തിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദക്ഷിണമോൾക്ക് തിരുമേനി നാവിൽ തേൻ കൊണ്ടിട്ടാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഹരിശ്രീ ഗണപതായ നമഃ എന്ന്. എന്നിട്ട് രണ്ട് ചെവിയിലും മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ദക്ഷിണ വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര കൂളായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരു കരച്ചിലോ നിർബന്ധമോ ഒരു വാശിപ്പെടുത്തമോ ഒന്നുമില്ലാതെ ഭയങ്കര കൂളായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. തിരുമേനിയുടെ വാക്കുകളൊക്കെ അതുപോലെ അനുസരിക്കുന്നൊരു നല്ല അനുസരണാശീലമുള്ള കുട്ടീനെ പോലെ ഇരിക്കുകയാണ്. തിരുമേനി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതുപോലെ അനുസരിച്ചിരിക്കുക. ഇടയ്ക്ക് ചെറിയൊരു വിമിഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ അത് അപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരുമേനി ആ തട്ടത്തിലിരിക്കുന്ന അരയിൽ ദക്ഷിണയുടെ കൈ പിടിച്ച് ആ ഒരു ഗുരുത്വത്തോടു കൂടി തന്നെ തിരുമേനി ദക്ഷിണയുടെ കൈ പിടിച്ച് അരയിൽ ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ദക്ഷിണയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ ഇങ്ങനെ മൂളുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ പറയുന്നില്ല. പക്ഷേ തിരുമേനി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദക്ഷിണ തിരുമേനിയോട് പറയാണ്, ഒരു ചോക്ലേറ്റും കൂടി തരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ തിരുമേനി പറയാണ്, എഴുതി കഴിഞ്ഞിട്ട് തരാം, ഇത് അപ്പുറത്തെ കയ്യിൽ പിടിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കൈ പിടിച്ച് ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതിപ്പിക്കുകയാണ്. അപ്പോൾ അക്ഷരം എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? അക്ഷരം എന്നാൽ ക്ഷരം അഥവാ നാശമില്ലാത്തത്, ക്ഷയിക്കാത്തത്, മീൻസ് അനന്തമായത് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അക്ഷരാത്മീയതയാണ് ദുർഗാദേവി. അതിനാലാണ് നമ്മൾ വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും മുതിർന്നവരെ കുട്ടികളുടെ മനസ്സോടെ വീണ്ടും വിദ്യാരംഭം കുറിക്കുന്നതും. അതിനുശേഷം തിരുമേനി ദക്ഷിണയുടെ തലയിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദക്ഷിണയുടെ അച്ഛനും കൂടിയിട്ട് ആ അമ്പലത്തിൻ്റെ പറമ്പിൽ തന്നെ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞൊരു അനിയനുണ്ട്. അപ്പോൾ അനിയനാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ദക്ഷിണ, ഇങ്ങനെ ഭയങ്കര ഹാപ്പിയിലാണ്. എന്ന് വെച്ചാൽ കരയാതെ ദക്ഷിണ ഇങ്ങനെ കരയാതെയും ഒരു നിർബന്ധവും ഇല്ലാതെ എഴുത്തിനിരുന്നല്ലോ എന്നൊരു സമാധാനം. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അമ്മേനെയും എല്ലാവരെയും നോക്കി ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിജയദശമി ദിനത്തിലെ നമ്മുടെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും, എല്ലാ കുരുന്നുകൾക്കും വിജയദശമി ആശംസകൾ. Bye-bye.